കുട്ടിക്കാലത്തിലേക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു നിമിഷമെങ്കിലും പോകാൻ പറ്റിയെങ്കിൽ ആ ഒരു അനുഭവം കൂടി കമൻറ്റ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സതീഷ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മഹേന്ദ്രയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ m2all എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നമ്മളൊരു പ്രോഡക്റ്റ് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആ പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താണെന്ന് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പം ഇത്തരത്തിലുള്ള ഒരു ബോക്സിലാണ് നമുക്ക് m2all നിന്നും ഈ പ്രോഡക്റ്റ് കിട്ടിയത്. ഏകദേശം 549 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനോട് ചേർത്ത് 649 ശരിക്കും എന്താ പറയുന്നത്, ഈ ഒരു ബോക്സ് നമ്മൾ തുറക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയിലേക്കൊന്ന് പോകും. അപ്പം നിങ്ങളും ആ കുട്ടിക്കാല ഓർമ്മകളിലേക്ക് പോകുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഏതായാലും നമുക്ക് ഇതൊന്ന് തുറന്ന് എന്താണ് ഇതിനകത്തുള്ളത് എന്നൊന്ന് കാണാം. നമുക്ക് ഈ ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. മച്ചന്മാരെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമ്മൾ മഹേന്ദ്രയുടെ ബൊലേറോ പിക്കപ്പിൻ്റെ ഒരു മിനിയേച്ചറാണ് നമ്മൾ മഹേന്ദ്രയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ m2all എന്ന വെബ്സൈറ്റിൽ നിന്നുമാണ് നമ്മൾ ഇത് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. ശരിക്കും ഞാൻ ചുമ്മാ ഈ വെബ്സൈറ്റിലൊന്ന് സെർച്ച് ചെയ്തപ്പം കുറേ അവരുടെ മഹേന്ദ്രയുടെ കാറുകളുടെ മിനിയേച്ചർ രൂപം കാണാനിടയായി. അപ്പം ശരിക്കും ആ മിനിയേച്ചർ രൂപം കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോയി. അപ്പം അങ്ങനെ ആ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിയത്. ഒത്തിരി വെബ്സൈറ്റുകളിലൊക്കെ ഈ കാറുകളുടെ അതേപോലെ ടോയ്സിൻ്റെയൊക്കെ മിനിയേച്ചേഴ്സ് ഉണ്ട്. പക്ഷേ മഹീന്ദ്ര അവരുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇച്ചിരി പെർഫെക്ഷൻ കൂടിയ രീതിയിലായിരിക്കും അതിൻ്റെ മേക്കിംഗ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഇത് ബുക്ക് ചെയ്തത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് അവർ പറയുന്നത് ഓപ്പണബിൾ ബോണറ്റ്, ഫ്രണ്ട് ഡോർസ് ആൻഡ് ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാമെന്നാണ്. ഇൻറ്റീരിയറൊക്കെ ഒരു വാഹനത്തിൻ്റേതായുള്ള രീതിയിൽ തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡാഷ്ബോർഡ് അതേപോലെ തന്നെ സീറ്റുകളൊക്കെ. ഹെഡ്ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യും ഓപ്പണിംഗ് ഓഫ് ദി ഫ്രണ്ട് ഡോർസ് എന്നുള്ള രീതിയിലാണ്. പിന്നെ പുൾ ബാക്ക് ആൻഡ് റിലീസാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഈ വാഹനം അല്ലെങ്കിൽ ഈ മിനിയേച്ചർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ബൊലേറോ പിക്കപ്പിൻ്റെ മിനിയേച്ചർ നമ്മുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട്, അൺബോക്സിങ് അല്ല, ഇതൊന്ന് നിരത്തിലേക്ക് ഇറക്കാം. തികച്ചും ഒറിജിനലിനെ വെല്ലുന്ന ഒരു രീതിയിലാണ് മഹീന്ദ്ര ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും എന്താ പറയുക, നമ്മൾ ഒറിജിനൽ വാഹനമാണോ ഇത് എന്ന് വരെ നനച്ചു പോകും. ആ രീതിയിലാണ് ഇതിൻ്റെ ഓരോ ഏരിയയും മഹീന്ദ്ര കൃത്യമായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ
താഴ്വശമാണെങ്കിൽ തന്നെയും ശരിക്കും ഒരു റിയൽ വാഹനത്തിൻ്റേത് എന്ന രീതിയിൽ തന്നെയാണ്. ഇവിടെ ഒരു സ്റ്റെപ്പിനിയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ഡോറുകൾ രണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫ്രണ്ട് ഡോറുകൾ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ബോണറ്റ് ഭാഗമൊക്കെ ഓപ്പൺ ചെയ്യാം. അതേപോലെ തന്നെ ബാക്കിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇൻറ്റീരിയറൊക്കെ ശരിക്കും ഒരു ഒറിജിനൽ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ പോലെ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡോറ് തുറക്കുമ്പോൾ കത്തിക്കിടക്കുന്ന LED ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം കത്തിക്കിടക്കുന്നത്. ഞാനിതൊന്നും ജസ്റ്റ് ഇപ്പം ഈ വെട്ടമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അറിയാത്തത്. ഡോറൊന്ന് ക്ലോസ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ലൈറ്റ് ഓഫായിട്ടുണ്ട്. ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് ലൈറ്റ് ഒന്ന് കത്തിച്ച് കാണിക്കാം. ലൈറ്റ് കത്തും. അതേപോലെ തന്നെ ലൈറ്റ് ഓഫാവും. നമ്മുടെ മഹേന്ദ്രയുടെ ബൊലേറോ പിക്കപ്പിൻ്റെ ഈ ചെറിയൊരു റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, അതായത് നിങ്ങളുടെ കുട്ടിക്കാലത്തിലേക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു നിമിഷമെങ്കിലും പോകാൻ പറ്റിയെങ്കിൽ ആ ഒരു അനുഭവം കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഔട്ട്. ഇറ്റ്സ് മീ സതീഷ്.